ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാ റഹീമുല്ല എന്ന് പറയുന്ന ഒരു പാട്ട് പാടി ഒരു കുടുംബം വളരെയധികം ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ എന്നൊരു പ്രദേശത്താണ് അവരുടെ വീട്. അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഗസ്റ്റിനെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. മനോഹരേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പാട്ടിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? നിങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണോ അല്ല എങ്ങനെയാണ്? പ്ലാൻ ചെയ്ത് തുടങ്ങിയതൊന്നുമല്ല, ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒരു ടിക്ടോക്കിൽ മാത്രം ഇട്ടതാണ്. ടിക്ടോക്കിലിട്ട് അത് പിന്നെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു മസൂദ് എന്ന് പറഞ്ഞ വ്യക്തി അത് വാട്സപ്പിൽ ഇട്ടതാണ്. ഓക്കെ. അപ്പം പിന്നെ കുറേ ആൾക്കാർ അത് വീട്ടിച്ച് കണ്ടു. നല്ല വ്യൂവേഴ്സ് വന്നപ്പം ഇത് ഫുള്ളായിട്ട് കേൾക്കണം എന്നുള്ളത് ആദ്യം 2 വരിയല്ലേ പാടിയുള്ളൂ. ഇത് ഫുള്ളായിട്ട് കേൾക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ പിന്നെ ഫുള്ളായിട്ട് പാടി അത് അവര് യൂട്യൂബിലിട്ടു. നമ്മളത് പാടി കൊടുത്തതേ ഉള്ളൂ. അത് ആരാ ഇട്ടതെന്ന് അറിയില്ല. അതിട്ടു. ഇട്ടതിന് ശേഷം പിന്നെ ആബിദ് എന്ന് പറഞ്ഞ അതിനുശേഷം അവര് വന്നിട്ട് പറഞ്ഞു നമുക്കിത് റെക്കോർഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിലേ നമ്മൾ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ പാടുന്നതല്ലേ. അപ്പം നമുക്ക് പെട്ടിയും ഡോലൊക്കെ വെച്ചിട്ട് നമുക്ക് പാടാം, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇൻസ്ട്രുമെന്റ് എല്ലാം നിങ്ങൾ മുമ്പ് ആദ്യം പാടിയ സമയത്ത് ഇൻസ്ട്രുമെന്റ് ഇത്തരം ഉപകരണമൊന്നും വെച്ചില്ല. അതിനുശേഷം പിന്നെ റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഉപകരണം ഒന്നും എവിടെയും പോകണ്ടല്ലോ, ഇവിടുത്തെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇടുന്നു. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ വരുന്ന ആദ്യത്തെ ഒരു പാട്ടായിരിക്കും അല്ലേ? അല്ല നിങ്ങൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ പാട്ടൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ പിന്നെ നമ്മൾ തെയ്യത്തിന്റെ കൂട്ടത്തിൽ വരുന്ന ചീനിക്കുടലും കൊണ്ട് ഞാൻ ഒരുപാട് വിദേശത്തെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ. അല്ലാതെ അങ്ങനെ. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ വൈറലായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ഐഡിയാസെല്ലാം തോന്നുന്നുണ്ട്. പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും ഇത്ര വരെ മനസ്സിൽ വന്നു പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം യാ റഹീമല്ല എന്ന് പറയുന്ന പാട്ടിൽ ഏറ്റവും മെയിൽ വോയിസിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് പാടിയ വൈഷ്ണവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ആ പാടിയ പാട്ട് ഹിറ്റായപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഫീലിങ്സ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്ത ഒരു പാട്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ ആൾക്കാർ വിളിക്കുന്നുണ്ട്, കോളും മെസ്സേജ്, ഓരോ ഓഫറുകൾ തന്നിട്ടുണ്ട്. ഓക്കെ. പുതിയ പാട്ട് പാടാനില്ല ഓഫറുകൾ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഒരു കരിയർ ആവാനില്ല, കുറച്ചും കൂടി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കരിയറാക്കി എടുക്കാൻ പറ്റില്ല, ഫ്യൂച്ചറായിട്ടൊരു പ്രൊഫഷണലായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ സിനിമയിലേക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഹിറ്റായ സമയത്ത് നിങ്ങളെ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു? വീട്ടിലെല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും? നല്ലൊരു സന്തോഷമല്ല? നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു സംഭവം നടന്നപ്പോൾ ഇങ്ങനെ സ്വപ്നം പോലും മനസ്സിൽ വിചാരിക്കാത്ത സംഭവമാണല്ലോ. അപ്പം പിന്നെ ഇത് ഇങ്ങനെ ആയി എന്ന് കാണുമ്പോൾ പിന്നെ നമുക്ക് എന്നാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം. നമ്മള് ദൈവം ഒരു ഹെൽപ്പ് ചെയ്തു. നമ്മളെ കൂടെ തന്നെ ദൈവം ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നു. നമ്മൾ വിളിച്ചതും ദൈവത്തിന് തന്നെയാണ്, ആ പാട്ടിൽ വിളിച്ചതും ദൈവത്തിന് തന്നെയാണ്. അപ്പം നമ്മൾ പരിപാലിക്കുന്നതും ദൈവത്തിന് തന്നെയാണ്. അപ്പം ആ ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം. രണ്ടാമത്തെ മെയിൽ വോയിസ് പാടിയ വൈഭവാണ്. വൈഭവ് ആ പാട്ട് ഹിറ്റായതിനു ശേഷം നിങ്ങൾക്ക് തോന്നുന്നതെന്ന്? സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ സിനിമയിൽ പാടാൻ അവസരം ചാൻസ് കിട്ടിയിട്ടുണ്ട്. രണ്ടാക്കും നമ്മളെ കുടുംബം മൊത്തമായിട്ട് വളരെ സന്തോഷം. അപ്പോൾ ഇത് എങ്ങനെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി 10 ദിവസത്തിന് ശേഷം പോകാനാണ് പറഞ്ഞത്. എങ്ങനെ ഇവിടെ കണ്ണൂർ തന്നെയാണ്? എറണാകുളമല്ല, അവർ ട്രാൻസ്പോർട്ടും കാര്യങ്ങളെല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഓൾ ദി ബെസ്റ്റ്.
ഓലനെ കൊണ്ടുള്ള ക്രാഫ്റ്റ് എന്തെങ്കിലും ടിക്ടോക്കിൽ തന്നെയാണ്. ആ ടിക്ടോക്കിലിട്ടുണ്ട്. അപ്പം ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാട്ട് ഇത്ര ആൾക്കാർ ഏറ്റെടുക്കാൻ കാരണം അതിലെ ഫീമെയിൽ വോയിസ് തന്നെയാണ്. അപ്പം ഫീമെയിൽ വോയിസാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. അതും താളത്തിനൊപ്പം തന്നെ പാടി നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ പാടിയത് കൊണ്ടാണ് ഈ പാട്ട് ഇത്രയും ഹിറ്റാകാൻ കാരണം. പാട്ട് പാടി ഹിറ്റായ സമയത്ത് തോന്നിയ കാര്യം എന്താണ്? തോന്നിയ സന്തോഷം. സന്തോഷത്തിന് ഉപരി ആ മർഷൂദ് എന്ന് പറഞ്ഞ കുട്ടീനെ ഇന്നും നന്ദി പറയുന്നു ഓന്. പിന്നെ ആബിദക്കാക്ക് സന്തോഷം. എല്ലാവർക്കും നാട്ടുകാർ മാട്ടൂല് മൊത്തം ഇപ്പൊ എല്ലാവരുമായി നല്ല സപ്പോർട്ട് മാട്ടൂല് എന്ന് പറയാ. നാട്ടുകാർ തന്നെ കൂടെ നിന്ന് എന്നെ ഇങ്ങനെയാക്കി. കരുണയിൽ കനിവുള്ള നാഥൻ റഹീമിന്റെ അനുഗ്രഹം ഇവിടത്തിൻ ചേരണം. അകതാരിൽ കിനാവിന്റെ ചോലയൊഴുകുമ്പോൾ ആശകൾ നിറഞ്ഞങ്ങ് തേടുമ്പോൾ